എത്ര പെട്ടെന്നാണ് സമയം പോകുന്നത്. വർക്ക് കഴിഞ്ഞ് വന്നിട്ട് വീട്ടിൽ കുറച്ച് നേരം ഇരുന്നപ്പോഴത്തേക്കും ആ സമയം 3 മണി ആയിട്ടുണ്ടായിരുന്നു. അപ്പോഴത്തേക്കും നമ്മുടെ ഐനൂസിനെ അംഗനവാടിയിൽ നിന്ന് വിളിച്ചിട്ട് വരുന്ന ടൈം ആയിട്ടുണ്ടായിരുന്നേ. അങ്ങനെ അവളെ വിളിച്ചിട്ട് വരുന്ന വഴിക്ക് അവൾക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു പോപ്കോൺ കൂടി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അവൾക്ക് അംഗനവാടി വിട്ട് വരുമ്പോൾ അവൾക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് കഴിക്കാൻ കൊടുക്കാറുണ്ട് കേട്ടോ. അങ്ങനെ ഇന്നതൊന്നൊന്നുമില്ല, ചായ ജ്യൂസോ അഥവാ പഴമോ മുട്ട വാട്ടിയതോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കേട്ടോ കൊടുക്കാറുള്ളത്. അങ്ങനെ അവൾക്കിപ്പോൾ വരുന്ന വഴിക്ക് പോപ്കോൺ വേണമെന്ന് പറഞ്ഞുകൊണ്ട് അവൾക്ക് ഇതാ ഒരു പാക്കറ്റ് പോപ്കോൺ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ഐനൂസ് ഇതാ ഡ്രസ്സൊക്കെ ഇങ്ങനെ മാറ്റുന്നുണ്ട് കേട്ടോ. അവളെ വന്ന വഴിക്കാണ് ഞാൻ എന്താ മേലെ കഴുകാനാണ് കയറ്റാറുള്ളത്. ഇന്ന് എനിക്കും കൂടെ ഒന്ന് മേലെ കഴുകണമുണ്ട്. ഞാൻ അവളുടെ അടുത്ത് പറഞ്ഞു നമുക്ക് ഒരുമിച്ച് കഴുകാം, ഉമ്മിക്കും മോൾക്കും കൂടെ ഒരുമിച്ച് കഴുകാമെന്ന് പറഞ്ഞിട്ട് പിടിച്ചെടുത്തേക്കാണേ. അപ്പോഴത്തേക്കും നമ്മുടെ പോപ്കോണൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ടായിരുന്നു. പിന്നെ രാവിലത്തെ കുറച്ച് പാത്രങ്ങളുണ്ടായിരുന്നു കഴുകാൻ വേണ്ടിയിട്ട്. അതെല്ലാം കൈയോടെ അങ്ങോട്ട് കഴുകി വെച്ചിട്ടുണ്ടായിരുന്നേ. രാവിലെ വർക്കിന് പോകണോണ്ടായിരുന്നേ ഉച്ചക്ക് വന്ന് ഞാൻ കുറച്ച് നേരം ഒന്ന് ഇരുന്നിട്ടൊക്കെ ഞാൻ പണി ചെയ്യാറുള്ളൂ കേട്ടോ. പിന്നെ വരുന്ന വഴിക്ക് നമ്മുടെ ഐനൂസിന് വിളിച്ചിട്ട് വരുന്ന വഴിക്ക് തന്നെ കുറച്ച് സാമ്പാർ കഷ്ണങ്ങളോട് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ സാമ്പാർ കഷ്ണങ്ങളൊക്കെ അരിഞ്ഞ് വൃത്തിയാക്കി വെക്കാൻ കേട്ടോ. രാത്രിത്തേക്ക് സാമ്പാറാക്കാമെന്ന് വിചാരിച്ചു. കഴുകി പരിപ്പ് വേഗം കുക്കറിൽ വേവിക്കാണ്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴത്തേക്ക് നമ്മുടെ കഷ്ണങ്ങളൊക്കെ അരിഞ്ഞിട്ടുണ്ടായിരുന്നേ. ഇന്ന് എനിക്ക് ഭയങ്കര മടിയായിരുന്നു കേട്ടോ. സാമ്പാർ കഷ്ണം ഞാൻ എല്ലാം കൂടി ഒരുമിച്ചിട്ടാണ് വേവിക്കാണ്ട് പോകുന്നത്. അല്ലെങ്കിൽ ഞാൻ വെണ്ടൊക്കെ സെപ്പറേറ്റ് ആയിട്ട് അരിഞ്ഞിട്ട് സെപ്പറേറ്റ് ആയിട്ട് വാട്ടിയിട്ട് കേട്ടോ ഞാൻ സാമ്പാറിലോട്ട് ഇടാറുള്ളത്. ഇന്ന് എനിക്കെന്തോ ഒന്നിനൊരു മൂടില്ലാത്ത പോലെ തോന്നി. പിന്നെ വേഗം തന്നെ നമ്മുടെ സാമ്പാറിൻ്റെ പരിപ്പ് വെന്തപ്പോഴത്തേക്കും നമ്മുടെ കഷ്ണങ്ങളൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് വെള്ളം കുറവുപോലെ തോന്നിയിട്ടുണ്ടായിരുന്നേ. പിന്നെ കൈയോട് ഇതാ വെള്ളം തിളപ്പിച്ചിട്ട് കുക്കറിലോട്ട് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാനിതാ ചോറ് ആവിയിട്ടെടുക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് ചോറ് ഇരിപ്പുണ്ടായിരുന്നു, അത് കൈയോട് ആവിയിട്ടാണ്ട് വെച്ചിട്ടുണ്ടായിരുന്നേ. പിന്നെ ഇന്നൊരു വെള്ളിയാഴ്ച ദിവസമായിരുന്നു കേട്ടോ. വെള്ളിയാഴ്ച ദിവസം ഞാൻ എന്തായാലും ബെഡ്ഷീറ്റും അതുപോലെ തന്നെ വീടൊക്കെ നല്ലോണം അടിച്ച് തുടച്ച് വാരാറുണ്ട്. അതുകൊണ്ടിട്ട് ഇന്ന് ഞാൻ എന്താ ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്ത് വിരിക്കുന്നുണ്ട് കേട്ടോ. അടുക്കള ക്ലീനാക്കിയിട്ട് പോയ ഞാനാ ഇപ്പം തന്നെ അത് വീണ്ടും അഴുക്കായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു എല്ലാം കഴിഞ്ഞിട്ട് ഇനി ക്ലീനാക്കാമെന്ന്. അങ്ങനെ നമ്മുടെ അടുക്കളപ്പണി ഏകദേശം ഒന്ന് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ അരിക്കിതാ ചോറിനുള്ള അരി ഇതാ കഴുകി വൃത്തിയാക്കി നമ്മുടെ ചെമ്മിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ രണ്ടുപേരും കൂടി പോയി ഓടി കുളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. സോഫ സെറ്റിൻ്റെ കവർ മാറ്റിയിട്ടുണ്ടായിരുന്നു. പിന്നെ അതൊക്കെ ഒന്ന് വിരിച്ച് കൊടുക്കണം. പിന്നെ നമ്മുടെ സാമ്പാർ കഷ്ണങ്ങളൊക്കെ വെന്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ കുളി കഴിഞ്ഞ് വന്നിട്ടാണ് സാമ്പാർ കഷ്ണത്തിലോട്ടുള്ള മസാലയൊക്കെ ഒന്ന് താളിച്ച് ഒഴിച്ചിട്ടുണ്ടായിരുന്നത്. കടുകും അതുപോലെ തന്നെ സാമ്പാർ പൊടിയൊക്കെ ഒന്ന് ചൂടാക്കിയിട്ട് നമ്മുടെ സാമ്പാറിലോട്ട് തട്ടിക്കൊടുത്തിട്ടുണ്ടായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ സാമ്പാർ. ഞാൻ ഉണ്ടാക്കിക്കൊണ്ട് പറയല്ല. പിന്നെ വേഗം തന്നെ പപ്പടവും വറുത്ത് ഉണക്കലും വറുത്ത് ഞാനിതാ ചോറ് വയ്ക്കാൻ വേണ്ടി പോകട്ടെ. നല്ല വിശപ്പുണ്ട്. സാമ്പാറാണോ ഉണ്ടാകുന്നറിയില്ല, ഭയങ്കര വിശപ്പ്. കണ്ണ് ധരിക്കാണ്ട് നമ്മുടെ ഐനൂസിൻ്റെ പണി എന്തെങ്കിലുമൊക്കെ എടുത്ത് മുഖത്ത് തേക്കാമെന്നാണ് കേട്ടോ. അപ്പോൾ അത്ര നമുക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട അടുത്ത